കർണാടകയിൽ ആൺകുട്ടികൾക്കും ഇനി കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ ബസ് പാസ് പദ്ധതി ഔദ്യോഗികമായി വ്യാപിച്ചതോടെയാണ് ആൺകുട്ടികൾക്കും ഈ ആനുകൂല്യം ലഭ്യമായി തുടങ്ങിയത്. ഇതിനു മുൻപ് ശക്തി പദ്ധതി വഴി സംസ്ഥാനത്ത് സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും മാത്രമായിരുന്നു സൗജന്യ യാത്ര അനുവദിച്ചിരുന്നത്. ബംഗളൂരു ഉൾപ്പെടെ കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസം ാണ് ഈ തീരുമാനം. താമസ സ്ഥലത്ത് നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കാണ് ഈ സൗജന്യ പാസ് ലഭിക്കുക. കർണാടക സർക്കാർ നേരത്തെ നടപ്പാക്കി ശക്തി പദ്ധതി വഴി സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ബസ് യാത്ര സൗജന്യമായിരുന്നു. എന്നാൽ ഇത് കർണാടകയിലെ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിരുന്നില്ല. എന്നാൽ പുതിയ പദ്ധതിയിൽ കർണാടകത്തിന് പുറത്തുനിന്ന് എത്തിപ്പടിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിയതാണ് മലയാളികൾക്ക് അനുഗ്രഹമായത്. കോളേജിൽ നിന്നുള്ള രേഖകൾക്കൊപ്പം എവിടെയാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്ന വാടക ഷീട്ടോ വൈദ്യുതി ബില്ലോ ഹാജരാക്കിയാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സൗജന്യ ബസ് പാസ് സ്വന്തമാക്കാൻ വിദ്യാർത്ഥികൾ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടലായ സേവാ സിദ്ധു വഴി ഓൺലൈനായി അപേക്ഷിക്കണം. സർക്കാരിന്റെ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളായ കർണാടക വൺ, ഗ്രാമ വൺ സെന്ററുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാം. 30 രൂപ സർവീസ് ചാർജ് ഈടാക്കുന്നതാണ്. അപേക്ഷകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകളിലെ കൗണ്ടറുകൾ വഴിയോ കർണാടക വൺ, ഗ്രാമ വൺ കേന്ദ്രങ്ങൾ വഴിയോ പാസുകൾ കൈപ്പറ്റാം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് 10 മാസത്തേക്കുള്ള പാസാണ് ലഭിക്കുക. ITI വിദ്യാർത്ഥികൾക്ക് 12 മാസത്തെ കാലാവധിയുള്ള പാസ് വിതരണം ചെയ്യും. ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ KSRTC, BMTC, NWKRTC, KKRTC ബസ്സുകളിൽ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. പ്രൈമറി സ്കൂൾ തലം മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിപ്ലോമ, ITI തലം വരെയുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ സൗജന്യ പാസ് ലഭിക്കും. കൂടാതെ കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവർക്കും ഇത് ബാധകമാണ്. കർണാടക സർക്കാരിന് കീഴിലുള്ള 4 ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെയും ഓർഡിനറി ബസ്സുകളിൽ ഈ പാസ് ഉപയോഗിച്ച് സൗജന്യമായി യാത്ര ചെയ്യാം. നിലവിൽ പണം നൽകി ബസ് പാസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ആ തുക 15 ദിവസത്തിനകം ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ലഭിക്കുന്ന അംഗീകൃത പാസുകൾ KSRTC ബസ് സ്റ്റാൻഡുകളിലെ കൗണ്ടറുകൾ വഴി കൈപ്പറ്റാം. പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ കത്തും നിലവിൽ താമസിക്കുന്ന വിലാസം തെളിയിക്കുന്ന രേഖയും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. ഈ പദ്ധതി വഴി സംസ്ഥാനത്തെ 10 ലക്ഷത്തിലധികം വരുന്ന ആൺകുട്ടികളായ വിദ്യാർത്ഥികൾക്ക് യാത്രാക്ലേശമില്ലാതെ പഠിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. കർണാടക സർക്കാർ ജനക്ഷേമത്തിനായി നിരവധി വൻകിട പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് കോൺഗ്രസ് സർക്കാരിന്റെ 5 ഗ്യാരണ്ടി പദ്ധതികളാണ്. ഈ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഗൃഹലക്ഷ്മി പദ്ധതി ആനുകൂല്യം കുടുംബത്തിലെ നാഥയായ സ്ത്രീക്ക് പ്രതിമാസം 2000 ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതാണ് ഇത്. സ്ത്രീ ശാക്തീകരണവും സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുമാണ് ലക്ഷ്യം. ഗൃഹജ്യോതി പദ്ധതി ആനുകൂല്യം ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭിക്കും. ഒരു വർഷത്തെ ശരാശരി ഉപയോഗം കണക്കാക്കിയാണ് ഇതിന്റെ യോഗ്യത നിശ്ചയിക്കുന്നത്. ശക്തി പദ്ധതി ആനുകൂല്യം കർണാടകയിൽ ഉടനീളമുള്ള സാധാരണ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും സൗജന്യ യാത്ര. സ്കൂൾ കോളേജ് ആൺകുട്ടികൾക്ക് കൂടി സൗജന്യ പാസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അന്നഭാഗ്യ പദ്ധതി ആനുകൂല്യം BPL അന്ത്യോദയ കാർഡുടമകളായ ഓരോ അംഗത്തിനും 5 കിലോഗ്രാം സൗജന്യം അരി നൽകുന്നു. ബാക്കി 5 കിലോ അരിക്ക് പകരം അതിനുള്ള തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നു. യുവനിധി പദ്ധതി തൊഴിലില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായമാണ് ഇത്. ഡിഗ്രി പാസ്സായി തൊഴിൽ ലഭിക്കാത്തവർക്ക് പ്രതിമാസം 3000, ഡിപ്ലോമക്കാർക്ക് 1500 വീതവും പരമാവധി 2 വർഷം വരെ ലഭിക്കും. മറ്റ് പ്രധാന സബ്സിഡി പദ്ധതികൾ ഇവയാണ്. സ്വാലംബി സരതി പദ്ധതി തൊഴിൽരഹിതരായ യുവാക്കൾക്ക് ഓട്ടോറിക്ഷ, ടാക്സി അല്ലെങ്കിൽ ചരക്കുവണ്ടി വാങ്ങുന്നതിനായി 50% മുതൽ 75% വരെ വൻതുക സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. ഉദ്യോഗിനി പദ്ധതി സ്ത്രീകൾക്ക് സ്വന്തമായി സ്വയം തൊഴിൽ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും സബ്സിഡിയും നൽകുന്നു. ഇത്തരത്തിൽ നിരവധി പദ്ധതികളാണ് കർണാടക സർക്കാർ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.